ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എറണാകുളത്ത് താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു പാടിയുണ്ട്, ഒരു വയലുണ്ട്. അവിടെ വയലിലിപ്പോൾ കൃഷിയൊന്നുമില്ല, വെറുതെ പ്ലെയിനായിട്ട് തന്നെ എടുക്കും. പക്ഷെ അവിടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് പോകാൻ പറ്റിയില്ല, സമയമില്ല, തിരക്ക് കാരണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് അതൊന്ന് കാണാൻ വേണ്ടി, വയലൊന്ന് കാണാൻ വേണ്ടി പോവാണ്. വയലെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമുക്ക് വയലെന്ന് പോലും പറയത്തില്ല, പണ്ടത്തെ ഒരു വയലിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ അത്രയും ഉണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. വയലിൽ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അവിടെ കണ്ടത്തിൽ കുറേ പോത്തിനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ വെറുതെ അങ്ങനെ കിടക്കുവാണ്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഓണർ പറഞ്ഞത്, അവിടുത്തെ ഉപ്പ പറഞ്ഞത്, നേരത്തെ അവിടെ കപ്പയുടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിലക്കുറവ് കാരണമോ അങ്ങനെ എന്തോ കാരണത്തിന് വെറുതെ അവിടുന്ന് പറിക്കുക പോലും ചെയ്യാതെ നശിച്ചു പോയി. ഇപ്പോൾ ഒരു കൃഷി അവിടെ നടത്തുന്നില്ലെന്നാണ്. അപ്പം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുവാണ് വയൽ. പക്ഷേ അവിടെ വയലിന് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്, വെള്ളക്കെട്ടുകളും ഒക്കെ ആയിട്ട്, നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വെറുതെ വൈകുന്നേരം ഇറങ്ങിയതാണ്. അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങളും കണ്ടോളൂ. ഈ കുഴീൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നേ, അവിടെ പോത്തിനെ കിടത്തിയ സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? താഴോ ഇല കൊടുത്താൽ മുന്നിൽ പോ, എനിക്ക് വഴി അറിയത്തില്ല. ഓ ഇവിടെയൊക്കെ കുഴി വെച്ചേ. കുഴിയാണോ? ലിഫ്റ്റ് ചെരുപ്പ്. ഇത് അവിടെ മരമുണ്ട്, അതിലെ കൂടെ പോയിട്ട് ഇങ്ങനെ പോകണം. അപ്പൂസ് ഇറങ്ങിയിട്ട് അവസാനം അപ്പൂസിനെ നമ്മൾ പിടിച്ച് കെട്ടേണ്ടി വരും. ഇതുണ്ടോ ഇതിനകത്ത്? ഇതൊക്കെ പണ്ടത്തെ കണ്ടമായിരുന്നു. ഇപ്പം വയലോ കൃഷിയോ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ ഈ പൊന്തി കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കപ്പ അവർ നടുന്നുണ്ട്. ബാക്കി ഉള്ള സ്ഥലങ്ങളിലെല്ലാം ചെറിയ ചെറിയ കുഴികളുണ്ട്. ആ കുഴികളിലെല്ലാം ഇങ്ങനെ പോത്തിനെ കൊണ്ട് കിടത്തും. പോത്ത് വെള്ളത്തിലിങ്ങനെ എത്ര നേരം കിടക്കുന്നതനുസരിച്ച് അവരുടെ വെയിറ്റ് കൂടും, പെട്ടെന്ന് നന്നാവുകയൊക്കെ ചെയ്യും. അത് കാരണം ഇതുണ്ട്, ഇങ്ങനത്തെ കുളത്തിലൊക്കെയാണ് കൊണ്ട് കിടത്തുന്നത്. അവിടെ കുറേ പോത്തുണ്ട്, കുറേ ഇല്ല, 1 2 3 എണ്ണത്തെ കണ്ടു.
അങ്ങനത്തെ പശുവാണോ? അതെല്ലാം ആണോ? അതും പോട്ടെ. എന്നിട്ട് അവിടെ കുഴിഞ്ഞു പോവോ? ആണോ? ആണല്ലേ. നമുക്ക് അവിടെ ആ മുളയുടെ അവിടെ പോകണോ? അവിടെ പോയാലും സ്ഥലത്തിലൂടെ നടന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് റിസ്ക് ഇല്ല. ആ ചേട്ടനായിരിക്കും. ആ ചേട്ടനായിരിക്കും എത്തുന്നത്. ഇങ്ങോട്ട് പോലെ എടുക്കണം. നീ ഫ്രണ്ടിലോട്ട് അതിലേക്ക് നടന്നു മരത്തിലേക്ക്. പക്ഷെ അതിൽ പോകാൻ പറ്റില്ല. അവിടെ മൊത്തം ചതുപ്പ. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ശേഖരണമില്ലേ, അപ്പോൾ ഇങ്ങനെ പണ്ട് കോടഞ്ചേരിയിൽ ആൻറ്റീൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ വയലുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ പോകുമ്പോൾ പശുവിനെ കിട്ടാൻ ഞാൻ മ്യൂസിയം മിഠായിട്ടൊക്കെ പോകും. അപ്പോൾ അവിടെ കമ്പിയുണ്ട്. അപ്പം പല പക്ഷികളും അതവിടെ വന്നിട്ട് പൊക്കുണ്ട്. അവിടെ ഒരു മൂലയ്ക്ക് ഒരു ചെറിയൊരു മരമുണ്ട്. മരമൊക്കെ മരവും മാവും കുറേ മാവ് പ്ലാവ് ചെല്ലൻ വലിയ പാറകളിലേക്ക് വളരുന്ന ഏരിയുണ്ട്. ചെറിയ കരഭാഗം. അവിടെ കുറേ കൊക്ക് വൈകുന്നേരം ചേക്കേറുന്നത് അവിടെയാണ്. അപ്പം അവിടെ ഉള്ള സ്ഥലത്തേക്ക് പശുക്കളൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഓരോ ചൂടുകൾ കിട്ടും. അപ്പം ആ സമയത്ത് ഞാൻ നാളിലോ ആ സമയത്ത് നമുക്ക് സ്റ്റാമ്പ് ശേഖരണം, തൂവല്, നാണയ ശേഖരണമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ പോകുമ്പോഴായിരുന്നു മൈന, പിന്നെ മൂങ്ങ. അവിടെ കുറേ സൈഡിൻ്റെ പൊട്ടിൽ മൂങ്ങയൊക്കെ ഉണ്ട്. ഒരു തവണ മൂങ്ങയും മൂങ്ങയുടെ കുഞ്ഞിനെയും കണ്ട് ഞാൻ ചേട്ടനെ കൂട്ടായിച്ചേട്ടനെ കൗങ്ങിൻ്റെ മുകളിൽ വഴക്കുണ്ടാക്കി കേട്ടിട്ട് മൂങ്ങ കുഞ്ഞുങ്ങളെല്ലാം എടുത്തു പുറത്ത്. അങ്ങനെ നോക്കുന്നുണ്ട്. കുറേ കട്ടയുണ്ടല്ലോ. ബാക്കിൽ കുറച്ചും കൂടി ചെളിയുണ്ട് ചേ. ബാക്കിൽ കുറച്ചും കൂടി ചെളിയുണ്ട്.
ഞാൻ ഇപ്പോൾ ഇരുന്നു ഇപ്പോൾ ഇരുന്നു. ആ ആണോ? ആ ഇന്ന് തുറന്നായിരിക്കും അല്ലേ? ഇതല്ലേ എന്നിട്ട് എന്ത് കൃഷി? കപ്പ ഇടാനാ? ആണോ? അയ്യോ. കൊറോണ ആ സമയത്ത് ഹാ 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 ആ അവിടെ ഹൈറേഞ്ച് ഏരിയ, ഹൈറേഞ്ച് അവിടെ അവിടെ ഞങ്ങളുടെ ഹൈറേഞ്ച് ഏരിയ അവിടെ. അങ്ങനെ ഞങ്ങൾ വയലൊക്കെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് അനിയന് വന്നത്. പിന്നെ അവനെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഒരു ചെറിയ വീഡിയോയാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ ചിലർക്കൊക്കെ ഇങ്ങനത്തെ വയലുകൾ തോടുകളൊക്കെ അടുത്തുള്ളവരൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ. Oh,